ഹായ്, ഇന്നലെ കൊല്ലത്തൊരു എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു കൊളീഗിൻ്റെ. അങ്ങനെ ഞങ്ങൾ നെടുമങ്ങാട് നിന്ന് ബസ്സിൽ പോയി. കൊല്ലത്തിറങ്ങിയിട്ട് നേരെ ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിലാണ് പോയത്. അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവഭഗവാനാണ്. അവിടെ പാർവതി ദേവി ആനന്ദവല്ലിയായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള ഒറ്റ ശ്രീകോവിലിൽ ലക്ഷ്മി ഭൂമി സമേതനായ മഹാവിഷ്ണുവും അദ്ദേഹത്തിൻ്റെ തന്നെ അവതാരമായ ശ്രീകൃഷ്ണനും കുടികൊള്ളുന്നു. ഏറ്റവും പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ശിവഭഗവാനും മഹാവിഷ്ണുവും പത്നി സമേതരായിട്ട് കുടികൊള്ളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. അവിടെ നിന്ന് ഞങ്ങൾ തൊട്ടടുത്തുള്ള ശ്രീവിനായക കൺവെൻഷൻ സെൻറ്ററിലെത്തി. അവിടെ വെച്ചാണ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ചെന്നോടം തന്നെ ചെറുക്കനെ പിടിച്ച് നിർത്തിയ ഒരു സെൽഫി അങ്ങ് എടുത്തു. ഫോട്ടോ ഇടണമല്ലോ, അങ്ങനെ സെൽഫി എടുത്തു. ഇവർ തുളു ബ്രാഹ്മിൺസാണ്. പിന്നെ ഞാനിത് പറഞ്ഞതിന് ആരും ചീത്ത വിളിക്കണ്ട, ജാതി പറഞ്ഞു എന്നും പറഞ്ഞിട്ട്. ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻഗേജ്മെൻറ്റിന് ചെറുക്കൻ്റെ അച്ഛനും പെണ്ണിൻ്റെ അച്ഛനും ഇരുന്നിട്ട് അവരാണ് ഈ താലം കൈമാറുന്നതും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവരുടെ ഒരു ഇതിലെന്ന് പറയുമ്പോൾ വീട്ടുകാർ രണ്ട് കുടുംബക്കാരും ഇരുന്ന് അവർ പരസ്പരം സംസാരിച്ച് അതിനുശേഷമാണ് ഈ താലം കൈമാറ്റവും ചടങ്ങും കാര്യങ്ങളും എല്ലാം നടത്തുന്നത്. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. പിന്നെ നല്ലൊരു സദ്യയായിരുന്നു. വ്യത്യാസമുണ്ട്, തിരുവനന്തപുരം സദ്യയേക്കാളും വ്യത്യാസമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബോളിയും പായസമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.